welcome to another video of Concept Basket. Concept Basket ന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ചോട്ട ടോപ്പിക്കാണ്. ബ്ലഡ് കൊയാഗുലേഷൻ അഥവാ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് അല്ലേ? യെസ്. എടാ, നമ്മുടെ ശരീരത്തിൽ ചെറിയ തോതിൽ ഒരു മുറിവുണ്ടാവുക, ഒരു കട്ട് ഓർ ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവിടെ ബ്ലീഡിങ് ഉണ്ടാവും അല്ലേ? അതേലോ. എന്നാൽ ഈ ബ്ലീഡിങ് ഒരുപാട് നേരത്തോട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ നിലനിൽക്കുമോ? നോ വേ അല്ലേ? കുറച്ച് കഴിയുമ്പോൾ ആ ബ്ലീഡിങ് നിൽക്കും. എന്തുകൊണ്ടാണ് ആ ബ്ലീഡിങ് നിൽക്കുന്നത്? കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രക്രിയ നടക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് കൊയാഗുലേഷൻ, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആയി മാറുകയാണെന്ന് അർത്ഥം അല്ലെ? ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഒരു കട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടാവുന്ന സമയങ്ങളിൽ അവിടെയുള്ള രക്തക്കുഴലുകൾ, ബ്ലഡ് വെസലില് ഉള്ള ഫോംഡ് എലമെന്റ്സ് ആണ് നമുക്ക് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്നൊക്കെ അല്ലെ. അതിൽ പ്ലേറ്റ്ലെറ്റ്സ് ചില ഫാക്ടേഴ്സ് റിലീസ് ചെയ്യും. മനസ്സിലായോ? ഇതുപോലെ തന്നെ എവിടെയാണോ ഇഞ്ചുറി സംഭവിച്ചത് അവിടെയുള്ള ടിഷ്യൂവും ചില ഫാക്ടേഴ്സ് അവിടെ റിലീസ് ചെയ്യും. അങ്ങനെ ഈ ഇതൊക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എൻസൈം കോംപ്ലെക്സ് ത്രോംബോകൈനേസ് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ത്രോംബോകൈനേസ് എന്ന് പറയുന്ന ഈ ഒരു എൻസൈം ഒരു കാസ്കേഡ് റിയാക്ഷനിലൂടെ, അതായത് ഒരുപാട് ലിങ്ക്ഡ് ആയിട്ടുള്ള എൻസൈമാറ്റിക് റിയാക്ഷൻസിലൂടെയാണ് ഈ ഒരു എൻസൈം കോംപ്ലെക്സ് ഉണ്ടാവുന്നത്. ശ്രദ്ധിക്കാം, ഈ ഒരു ത്രോംബോകൈനേസ് എന്ന് പറയുന്ന ഈ ഒരു എൻസൈം നമ്മുടെ പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിൻ ആക്കി മാറ്റാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാൽസ്യം ആൻഡ് വൈറ്റമിൻ കെ. ശ്രദ്ധിക്കുക, നമ്മുടെ പ്ലാസ്മയിലുള്ള ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിൻ ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിനായി മാറുകയാണ്. ആരുടെ എല്ലാം സഹായത്തോട് കൂടിയിട്ട്? ഈ ഒരു ത്രോംബോകൈനേസ്, ത്രോംബോപ്ലാസ്റ്റിൻ, വൈറ്റമിൻ കെ ആൻഡ് കാൽഷ്യത്തിന്റെ സഹായത്തോട് കൂടിയിട്ട്. ഇപ്പൊ നമുക്ക് ത്രോംബിൻ കിട്ടി. ഈ ത്രോംബിൻ എന്ന് പറയുന്ന എൻസൈം വീണ്ടും നമ്മുടെ പ്ലാസ്മയിലുള്ള ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജനെ എന്താക്കി മാറ്റാണ്? ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ഫൈബ്രിൻ ആക്കി മാറ്റുകയാണ്. അങ്ങനെ ഫൈബ്രിൻ ഇതുപോലെ നെറ്റ്വർക്ക് ഓഫ് ത്രെഡ് പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്യപ്പെടുകയാണ് അല്ലേ? മനസ്സിലായി? ഒരു വല പോലെ ഉണ്ടാവും. ആ ഒരു നെറ്റ്വർക്കിൽ, ആ ഒരു വലയിൽ എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഫോംഡ് എലമെന്റ്സ്, നമ്മുടെ ബ്ലഡ് വെസലിനുള്ള ഫോംഡ് എലമെന്റ്സ് ആയിട്ടുള്ള RBCയും പ്ലേറ്റ്ലെറ്റ്സ് ദേ ഗെറ്റ് എൻടാങ്കിൾഡ് ഇൻ ദാറ്റ്. ഓക്കെ, അങ്ങനെയാണ് അവിടെ ഒരു ക്ലോട്ട് ഫോം ചെയ്യുന്നത്, രക്തം കട്ട പിടിക്കാന്ന് പറഞ്ഞത്. ആ കുറച്ച് കഴിയുമ്പോൾ ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ഒരു സ്കം ആവും അല്ലെ? അത് പിന്നീട് എന്താണ്, നമ്മളിങ്ങനെ പൊളിച്ചു കളയും അല്ലെങ്കിൽ തന്നാലെ കൊഴിഞ്ഞു പോകും. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് കൊയാഗുലേഷൻ നടക്കുന്നത്. സോ ഇതിൽ കാൽഷ്യത്തിനും വൈറ്റമിൻ കെക്കും വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, കുറെ പാത്വേസ് ഒക്കെ പറയും. അത് നിങ്ങൾ ആക്ച്വലി MBBS ലെവലിൽ പഠിച്ചാൽ മതി. സോ ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തിനാണ് ഈ ബ്ലഡ് ക്ലോട്ടിങ് നടക്കുന്നത്? അല്ലെങ്കിൽ ഒരുപാട് ബ്ലഡ് നഷ്ടമാവില്ലേ? സോ ടു പ്രിവെന്റ് ദ ബ്ലഡ് ലോസിനാണ് നമ്മൾ ശരീരത്തിൽ യഥാർത്ഥത്തിൽ ബ്ലഡിന്റെ കൊയാഗുലേഷൻ നടക്കുന്നത് കേട്ടോ. സോ യെസ്, വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye.